കേരളത്തിലും ഡൽഹിയിലുമായി മാരത്തൺ ചർച്ചകളാണ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നടന്നത്. മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ഈ ചർച്ചകളിൽ അണികൾ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അസ്വസ്ഥരായി അല്ലെങ്കിൽ അമർഷമൊക്കെ രേഖപ്പെടുത്തിയ സമയത്ത് ഇന്ന് ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു തിരതല്ലലാണ് തെരുവുകളിലെങ്ങും കാണുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ജയറാം രമേശാണ് ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് അതിരാവിലെ മുതൽ തന്നെ രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും വീടുകൾ മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണത്തിലായിരുന്നു. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയതോടെയാണ് ഇന്നത്തെ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച എന്ന സംശയമായിരുന്നു എല്ലാ ദിക്കിലും. മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക ഗാന്ധി കൂടി പങ്കെടുക്കുന്നു എന്നറിഞ്ഞതോടെ ഉദ്വേഗം പാരമ്യത്തിലെത്തി. തുടർന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്കായി ശ്രദ്ധ മുഴുവനും. AICCയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവിയായിട്ടുള്ള ജയറാം രമേശും കേരളത്തിലേക്കെത്തിയ രണ്ട് നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഒപ്പം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെത്തി കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ഡൽഹിയിലെ AICC ആസ്ഥാനമായ അക്ബർ 24-ൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന്. എല്ലാ കണ്ണുകളും AICC ആസ്ഥാനത്തേക്ക്. വേദിയിലെത്തിയ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ജയറാം രമേശും ചേർന്ന് മറുപടികളില്ലാതെ അതങ്ങ് പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി VD സതീശൻ. Based on all these discussions, it has been decided that Shri VD Satishan be appointed as the leader of the CLP. Thank you so much. തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്നും KC വേണുഗോപാൽ സ്വന്തം വസതിയായ ലോധി എസ്റ്റേറ്റിലെ 51-ാം നമ്പർ വീട്ടിലേക്ക്. VD സതീശനെ അഭിനന്ദിച്ച KC തനിക്കുള്ളിലുള്ള അമർഷവും വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ VD സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. അതും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഡൽഹിയിൽ അപ്പോഴേക്കും VD സതീശൻ അനുകൂലികൾ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു. KC വേണുഗോപാലിനെ കാണാൻ K സുധാകരൻ MP അദ്ദേഹത്തിന്റെ വീട്ടിലുമെത്തി. കേരളത്തിൽ ആഘോഷം ശക്തമായി നടക്കുമ്പോഴും ഡൽഹിയിൽ അത്രമേൽ ആഘോഷങ്ങളില്ല. KC വേണുഗോപാൽ നാളെ കേരളത്തിലേക്ക് എത്തിയേക്കും. ക്യാമറാമാൻ വൈശാഖ് ജയപാലിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.